വെൽക്കം ടു എസ് അക്കാഡമി. ഇന്ന് നമ്മൾ നോക്കുന്ന പിയൂൺ അറ്റൻഡറിന് ചോദിച്ച കുറച്ച് ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം 222, 196, ബ്ലാങ്ക് 144, 121. അപ്പോൾ ഇവിടെ നോക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും എന്താണ് 225 എന്ന് പറയുന്നത് എന്തിൻ്റെ സ്ക്വയറാണ്? 15ൻ്റെ സ്ക്വയറാണ്. 196 എന്ന് പറയുന്നത് 14ൻ്റെ സ്ക്വയറാണ്. അടുത്തെന്താണ് 144 എന്ന് പറയുന്നത് 12ൻ്റെ സ്ക്വയറാണ്. 121 11ൻ്റെ സ്ക്വയർ. അപ്പോൾ ഇവിടെ എന്ത് വരും? 13ൻ്റെ സ്ക്വയറാണ് വരേണ്ടത്, അതായത് 169. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒറ്റയാനെ കണ്ടെത്തുക. അപ്പോൾ അതിൽ വൃത്തം, ചതുരം, സിലിണ്ടർ, ഗോളം. അതിലെന്താണ് ചതുരം ഒഴികെ ബാക്കി എല്ലാത്തിലും തന്നെ ഒരു വൃത്തമുണ്ട്, അതുകൊണ്ട് തന്നെ അതായിരിക്കും ചതുരമാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കോഡ് ഉപയോഗിച്ച് വാച്ച് എന്ന വാക്കിനെ YCVEJ എന്ന് എഴുതുന്നെങ്കിൽ ക്ലോക്ക് എന്ന വാക്കിനെ എങ്ങനെ എഴുതാം? വാച്ച് എങ്ങനെയാണ് എഴുതിയത്? വാച്ച് ഡബ്ല്യുവിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് Y, എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് C, ടിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് V ആണ്, സിക്ക് ഇയും എച്ചിന് ജെയും. അപ്പോൾ ഇത് നോക്കുമ്പോൾ മനസ്സിലാകുക, W കഴിഞ്ഞിട്ട് ഏതാണ് ഒരു ലെറ്റർ ഒഴിവായി, X കഴിഞ്ഞിട്ടുള്ള ലെറ്ററാണ് Y വരുന്നത്. A കഴിഞ്ഞ് B ഒഴിവാക്കിയിട്ട് അടുത്തത് C, T കഴിഞ്ഞിട്ട് ഏതാണ് U ഒഴിവാക്കിയിട്ട് V, C കഴിഞ്ഞ് D ഒഴിവാക്കി, അത് H കഴിഞ്ഞിട്ട് I ഒഴിവാക്കിയിട്ട് J എഴുതിക്കുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് എന്താ എഴുതേണ്ട? ക്ലോക്കാണ്. ക്ലോക്കിൽ എന്ത് ചെയ്യുക? ക്ലോക്ക് കഴിഞ്ഞ് C കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്ന D ആണ്. D ഒഴിവാക്കിയിട്ട് അടുത്ത് വരേണ്ടത് എന്താണ്? E ആയിരിക്കും. L കഴിഞ്ഞിട്ട് M ഒഴിവാകുന്നു, അടുത്ത് N. O കഴിഞ്ഞിട്ട് Q, സിക്ക് E ആയിരിക്കും. K കഴിഞ്ഞിട്ട് ഒരു ലെറ്റർ ഒഴിവാക്കുക, M. ഇതായിരിക്കും ക്ലോക്കിൻ്റെ കോഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു വരിയിൽ രാമു മുന്നിൽ നിന്ന് 18ാമതാണ്, പിന്നിൽ നിന്ന് 16ാമത് എങ്കിൽ വരിയിൽ എത്ര പേരുണ്ടെന്നാണ്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്താൽ മതി? രണ്ടും കൂടെ കൂട്ടിയിട്ട് ഒന്ന് മൈനസ് ചെയ്താൽ മതി. 18 + 16 - 1 = 33 പേരാണ് ആ വരിയിലുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 5, 4, 8, 4, 9, 7 ഈ സംഖ്യയിൽ 8ൻ്റെ സ്ഥാനവിലയെ മുഖവില കൊണ്ട് ഹരിച്ചാൽ ഹരണഫലം എത്ര? അപ്പോൾ ഇതിൽ 5, 4, 8, 4, 9, 7 അല്ലേ. ഇതിൽ 8ൻ്റെ സ്ഥാനവില എത്രയാണ്? ഇത് ഒറ്റ, 10, 100, 1000. അപ്പോൾ 8000 8ൻ്റെ സ്ഥാനവില ആണല്ലോ. ഡിവൈഡ് ബൈ എന്ത് ചെയ്യുക? 8 കൊണ്ട് ഹരിച്ചാൽ അല്ലേ. 8 അതിൻ്റെ മുഖവില എന്ന് പറഞ്ഞാൽ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 8, പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് 8000. അപ്പോൾ എന്ത് കിട്ടും? 1000. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഒരു അച്ഛൻ്റെയും മകൻ്റെയും ഇപ്പോഴത്തെ വയസ്സുകളുടെ തുക 52 വയസ്സുകളുടെ തുക 52. 10 വർഷം മുമ്പ് അവരുടെ വയസ്സുകളുടെ തുക എത്രയായിരുന്നു? ഒരു അച്ഛൻ്റെ മകൻ്റെയും ഇപ്പോഴത്തെ വയസ്സുകളുടെ തുകയാണ് 52. 10 വർഷം മുമ്പാകുമ്പോൾ 2 പേർക്കും എന്ത് കുറയും? 10 വീതം കുറയും. അതായത് ആൻസർ എന്തായിരിക്കും? 52 - 2 × 10, അതായത് 20 = 32. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഒരു മാസം 1-ാം തീയതി ബുധനാഴ്ചയാണ് എങ്കിൽ ആ മാസം 24-ാം തീയതി ഏതാഴ്ചയാണ്? എങ്ങനെ കാണാം? 1-ാം തീയതി കഴിഞ്ഞാൽ ബാക്കി എത്ര ദിവസമുണ്ട്? 23. അപ്പോൾ 23നെ എന്ത് ചെയ്യുക? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 7 കൊണ്ട് ചെയ്യുമ്പോഴേക്കും 21, ബാക്കി 2. അപ്പോൾ 2 + എന്ത് വരും? ബുധൻ, വ്യാഴം, വെള്ളി. അപ്പോൾ എന്തായിരിക്കും? ബുധൻ കഴിഞ്ഞ് വ്യാഴം, വെള്ളി. വെള്ളിയാഴ്ചയാണ് 24-ാം തീയതി, വെള്ളിയായിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 18/24 = 4 എന്നല്ലേ. ഇതിനകത്ത് 2 രീതിയിൽ ചെയ്യാം. ഒന്നിൽ എന്ത് ചെയ്യുക? ഇതിൽ മേളിലും താഴെയും ഒരേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂവിന് ഫ്രാക്ഷന് മാറ്റമില്ല. ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ സെയിം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെയും 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെയും 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് വരും? 3/4 = 4. അപ്പോൾ ഇവിടെ എന്താവണം? ഇത് 2 ഈക്വൽ ആവണമെങ്കിൽ ഇവിടെ എന്ത് വന്നേ പറ്റുള്ളൂ? 3 തന്നെ വരണം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? 18/24 = x/4 എന്ന് എഴുതാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 18 × 4 = 24x. അവിടെ നിന്ന് x = എന്താവും? 18 × 4/24. അവിടെ 6 കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 4, 3, 4 പോകും 3, ആൻസർ 3 വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ സിമ്പിൾസ്
മാറ്റിയാണ് തന്നിരിക്കുന്നത് അല്ലേ, അതിനെന്ത് ചെയ്യുക, അതുപോലെ അങ്ങ് എഴുതുക, നമ്പേഴ്സ് മാത്രം എടുത്തെഴുതാം. 15 ഇതാണ് 9 3 2 4. ഫസ്റ്റ് സിമ്പിൾ എന്താ പറയുന്നത്, അഡീഷൻ സൈൻ എന്തിനാണ് സൂചിപ്പിക്കുന്നത്, ഗുണനത്തെ. അപ്പോൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് സൈൻ തന്നിട്ടുള്ളത് എങ്ങനെ മാറ്റി എഴുതാം, ഇൻറ്റു. ഓക്കെ, അടുത്ത സൈൻ എന്താണ്, നെഗറ്റീവ് സൈൻ ഹരണത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ എന്ത് എഴുതണം, ഡിവിഷൻ. അടുത്ത സൈൻ നോക്കിയ ഇൻറ്റു, അതായത് എന്തിനാണ്, സങ്കലനത്തെ. അപ്പോൾ അഡിഷനാണ്. അടുത്ത സിമ്പിൾ എന്താണ്, വ്യവകലനം, അതായത് മൈനസ് ചെയ്യുക. അപ്പോൾ എന്ത് കഴിഞ്ഞ് ബോർഡ് മാസ് വെച്ച് ചെയ്യാം. 9/3 എന്താണ് 3. അപ്പോൾ 15 × 3 + 2 - 4 എന്ത് വരും, 45 + 2 - 4 43 എന്ന് ആൻസർ കിട്ടും. ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ 1 2 4 8 16. അടുത്ത പദം കാണാൻ, അടുത്തല്ല 10ാമത്തെ പദം കാണാനാണ് അല്ലേ. അപ്പോൾ 10ാമത്തെ പദം കാണാനായിട്ട് ഇതെങ്ങനെയാണ് പോകുന്നത്, 2n എന്ന് പറയുന്ന ഫോമിലാണ്. അതായത് 2/0 ആണ് 1, 2/1 ആണ് 2, 2/2 ആണ് എന്ത് 4. അങ്ങനെ പോകുന്ന ഒരു സീരീസാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് എന്താണ് ടേം എന്ന് പറയുന്നത് 2/0 ആണ്. സെക്കൻഡ് ടേമിനാണ് 1 വന്നത്. അപ്പോൾ 10th ടേം വരുമ്പോൾ എന്തായിരിക്കും, 2/9 ആയിരിക്കും. 2/9 നമുക്ക് ഇങ്ങനെ എഴുതാം, 2/4 × 2/5 എന്ന് എഴുതാം. 2/4 എന്താണ് 16 × 32. ഓക്കെ അല്ലേ. അപ്പോൾ ഇത് 16 × 2 എന്ന് എഴുതാം. 16ൻ്റെ സ്ക്വയർ അറിയാലോ 1, 2 56 × 2 = 512.